ഞാൻ ചേരട്ടെ നിൻ ക്രൂശു ഞാൻ വഹിക്കുന്നാലുമേ എൻ ഗീതം എന്നുമേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ ദാസൻ യാക്കോബെ പോൽ രാക്കാലത്തിൽ വൻകാട്ടിൽ കല്ലിന്മേൽ ഉറങ്ങുകിൽ എൻ സ്വപ്നത്തിലുമേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ നീ എന്നെ നടത്തും പാതയെല്ലാം വിണ്ണെത്തും ഏണി പോൽ പ്രകാശമാ ദൂതർ വിളിക്കുന്ന നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ ഉണർന്നു ഞാൻ നിന്നെ സ്തുതിച്ചിടും കൽത്തലയിണയെ ബേധേലാക്കും എൻ തുമ്പത്താലുമേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേർന്നിടും
കർത്താവിന്റെ കയ്യിൽ തന്ന സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നും നിന്നോ എന്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. ലോകസൗഖ്യമെന്തു തരും ആത്മക്ലേശമതിൻ ഫലം. സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു. ജീവനത്തിൽ വമ്പു വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട. കൂടാരത്തിൽ മൂടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി. ഉള്ളിലെനിക്കെന്തു സുഖം തേജസ്സേറും കേരുബീകൾ കൂടാരത്തിനകത്തുണ്ട്. ശേഖൈനായും ഉണ്ടവിടെ. ഭക്തന്മാരാം സഹോദര വിളക്കുപോൽ കൂടെയുണ്ട്. പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് നൽകിയ നല്ല രാവിലെ സമയത്തിനായി നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ പ്രിയ പിതാവ് കഴിഞ്ഞ ദിവസം നിത്യത്തിലേക്ക് ചേർക്കപ്പെട്ടല്ലോ. കർത്താവെ, തുടർന്നുള്ള ശുശ്രൂഷകളിൽ അങ്ങയുടെ സാന്നിധ്യം ഇരിക്കണമേ, യാത്രയിൽ സഹായിക്കണമേ. മശിഹയുടെ നാമത്തിൽ എനിക്കായൊരു മോക്ഷവീട് ഇന്തലകന്നു ഞാൻ വാഴുമങ്ങ്. ദൈവമുണ്ട്, അങ്ങ് പുത്രനുണ്ട്, ആത്മാവുണ്ട്, ദൈവദൂതരുണ്ട്. കൂടാരമാകുന്ന എൻ ഭവനം വീട്ടകന്നാലെനിക്കേറെ ഭാഗ്യം. കൈകളാൽ തീർക്കാത്ത മോക്ഷവീട്ടിൽ വേഗമായി തങ്ങു ചെന്നു ചേരും. ഉണ്ടെനിക്കായൊരു മോക്ഷവീട് ഇന്തലകന്നു ഞാൻ വാഴുമങ്ങ്.
ഒട്ടുനാൾ കണ്ണുനീർ പേട്ടതെല്ലാം പെട്ടെന്നു നീങ്ങിടുമീ തിട്ടമാൻ. ഉണ്ടെനിക്കായൊരു മോക്ഷവീട് ഇണ്ടലകന്നു ഞാൻ വാഴുമങ്ങ്. പോകാമെനിക്കെന്റെ രക്ഷകന്റെ രാജ്യമതിനുള്ളിൽ വാസം ചെയ്യാം. രോഗം ദുഃഖം പീഡയൊന്നുമില്ല, ദാഹം വിശപ്പുമങ്ങോട്ടുമില്ല. ഉണ്ടെനിക്കായൊരു മോക്ഷവീട് ഇണ്ടലകന്നു ഞാൻ വാഴുമങ്ങ്. ഈ വിധമായുള്ള വീട്ടിനുള്ളിൽ പാർക്കുവാനെന്നുള്ളം വാഞ്ചിക്കുന്നേ. എന്നു ഞാൻ ചെന്നങ്ങു ചേരുമതി, പിന്നീടെനിക്കാപത്തൊന്നുമില്ല. ഉണ്ടെനിക്കായൊരു മോക്ഷവീട് ഇണ്ടലകന്നു ഞാൻ വാഴുമങ്ങ്. നോടി നേരത്തേക്കുള്ള ലഘുസങ്കടം അനവധി തേജസ്സിൽ ഭാഗ്യം തന്നെ. കണ്ണിനു കാണുന്നതൊന്നുമില്ല, കാണപ്പെടാത്തൊരു ഭാഗ്യം തന്നെ. ഉണ്ടെനിക്കായൊരു മോക്ഷവീട് ഇണ്ടലകന്നു ഞാൻ വാഴുമങ്ങ്. ദൈവമുണ്ട്, അങ്ങ് പുത്രനുണ്ട്, ആത്മാവുണ്ട്, ദൈവദൂതരുണ്ട്. ഉണ്ടെനിക്കായൊരു മോക്ഷവീട്
പ്രാർത്ഥിക്കാം. ഈ പകൽക്കാലം നമ്മൾക്ക് ഒരുമിച്ച് ഈ വാത്സല്യഭവനത്തിലായിരിക്കാൻ ദൈവമിടയാക്കി വാത്സല്യം നമ്മുടെ പ്രിയ പിതാവ് തമ്പാച്ചായനെ കഴിഞ്ഞ ദിവസം കർത്താവിൽ എന്തിനായിപ്പാൻ ദൈവമിടയാക്കി പ്രിയമിച്ച കർത്തസംഘിച്ച് നീരുവന്ന് കൺമിടയായി തീർന്നു. തൻ്റെ ദേഹവിയോഗത്തിൽ നമുക്ക് അഗാധമായ ദുഃഖമുണ്ട്. എന്നിരുന്നാലും ദൈവത്തിൻ്റെ വചനം നമ്മളെ ആശ്വസിപ്പിക്കുന്നതാകിയാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ദൈവകൃപയിൽ നമുക്ക് ആശ്രയിക്കുകയും ചെയ്യാം. ആ ഹോസ്പിറ്റലിലുള്ള യാത്രയിൽ കർത്താവ് കൂടി nos സഹായിച്ചു. തുടർന്നുള്ള ശുശ്രൂഷകളും എല്ലാം ഇന്ന് ഒരു കാലം അനുഗ്രഹം ഓർമ്മമായി തീരുമാനമിടയായി തീരേണ്ടതിനാൽ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കും. പിതാവേ, നല്ല ദൈവമേ, ഈ പ്രഭാത വേളയ്ക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വാത്സല്യ തമ്പാച്ചായൻ കഴിഞ്ഞ ദിവസം ഞങ്ങളെ വിട്ടുപിരിഞ്ഞ് പ്രിയപ്പെട്ടവരെ വിട്ടുപിരിഞ്ഞ് താൻ പ്രിയം വെച്ച കർത്താവിന് സഹിതച്ചെന്ന് ചേരുവാൻ പ്രത്യേക വാത്സല്യ മാമയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിന് ധൈര്യം പകുതിയും ദൈവകൃപ നിറയ്ക്കുകയും ആശ്വാസം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുമാറാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൽ നന്ദിയോടെ സ്തോത്രം. താവി വിമോനെയും സിബിമോനെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. അവരെ ധൈര്യപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ, നന്മ നിറയ്ക്കുമാറാകണമേ, ആശ്വാസം കൊണ്ട് അവിടുന്ന് അനുഗ്രഹിക്കുമാറാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധുമിത്താതെ ചാർച്ചക്കാരായി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. കടന്നു വന്ന ദൈവഭക്തന്മാർക്കായ സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. താവിന്ന് കാലത്തെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തിരുവനന്തപുരം ദൈവം കൃപയുമാറാകണം. പ്രകൃതിയെ അനുകൂലമാക്കി ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാറാത്ത പ്രത്യാശയാൽ ഞങ്ങളെ നിർത്തിരിക്കുന്ന നാൾ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും ദൈവത്തിൻ്റെ ഏകാഗ്രത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരുന്ന സന്ദർഭത്തിൽ മരിച്ചവരെ ശരായൊരുക്കുകയും ജീവിതനോട് ശേഷിക്കുന്ന രൂപാന്തരം പ്രാപിച്ച് ആകാശമേഖലയിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും എന്നുള്ള ദൈവത്തിന്റെ വിലപ്പെട്ട വാഗ്ദത്തങ്ങൾക്കായി, പ്രത്യാശയുള്ള വാഗ്ദത്തങ്ങൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ പ്രത്യാശ ഞങ്ങൾ എന്തിനും ആയിരിപ്പം തക്കണം, പ്രത്യാശ നിലനിൽപ്പം തക്കണം. ഞങ്ങളെ പ്രാപ്തരാക്കണമേ, സഹായിക്കണമേ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും കർത്താവ് ആശീർവദിക്കണം, അനുഗ്രഹിക്കണം. തുടർന്നുള്ള ശുശ്രൂഷയെ മാനിക്കണം, സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ.
ഹൃദയവും ഒരുമിച്ച് കൂട്ടായിരിക്കാൻ ഇവിടെ ആശ്വാസങ്ങളെ ഞാൻ ഓർക്കും. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടിയാണ് എൻ്റെ മരണവാർത്ത അറിയാനാക്കിയ മരണം എന്ന് പറയുന്നത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലേക്കുള്ള മഹത്തരമായൊരു പ്രവേശനമാണ്. അതൊരു പ്രമോഷനാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ദൈവത്തെ സ്തുതി. എല്ലാവർക്കും മരണമുണ്ട്. മരിച്ചാൽ സകല മനുഷ്യർക്കും മറ്റൊരു ജീവിതമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. എന്നാൽ ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രത്യാശ ശേഷിക്കുന്നു. ദൈവത്തിൻ്റെ ദാസനെ മോശപ്രകാരം പാടുന്നു. കർത്താവിന്റെ തലമുറ സംഗീതമാകുന്നു. ഈ ഭൂമിയിൽ നിർമ്മിതിനും പരാതിയായി ശാശ്വതമായി ദൈവമാകുന്നു. ഈ മാത്രയിലെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരുവരിയിൽ നിന്ന് അറിയിച്ചു. വാസ്തവമായി ദൈവത്തിന്റെ വചനപ്രകാരം ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിന്റെ പ്രകാരം ജീവിച്ചു പ്രവേശിക്കാത്ത മക്കൾക്ക് ഒരു മടങ്ങേലുണ്ട്. കർത്താവിനെ വിളിക്കുന്ന സ്നേഹം ഒരിക്കൽ വരിക എന്നുള്ളതാണ്. പ്രകാരം വായിക്കുന്നു. എഴുതുക. ഇന്നു മുതൽ കർത്താവിനെ വിളിക്കുന്നവന്മാർ ഭാഗ്യവന്മാർ ഉയർത്തേക്ക്. പിന്നെ ജീവനോട് ശ്രേഷ്ഠരായ നാം അവരോട് ഒരുമിച്ച് കർത്താവിനെ ഏൽപ്പാൻ മേഖലകളിൽ എടുക്കപ്പെടും. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ പ്രത്യാശ. ആകയാൽ ഇന്ന് ഒരു കാലം ഈ കഥാദാസിന്റെ വേർപാട് ബന്ധത്തിൽ ഈ പ്രത്യാശയില്ലാത്ത ആരെങ്കിലും ഞങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രത്യാശകളിൽ ഒരുക്കപ്പെടണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ദുഃഖത്തിലായിരിക്കുന്ന അതേ കഥാദാസിന്റെ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും സദസ്യനായ കർത്താവ് സർവ ആശ്വാസവും ദൈവീയ സമാധാനവും നൽകിയിട്ട് എന്നുള്ള പ്രാർത്ഥനയോട് ഞാൻ നിർമ്മിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും ആശ്വസിപ്പാറാകട്ടെ. കർത്താവ് നിങ്ങളെ വാഴ്ത്തുന്നു. ഈ സമയത്തിനായി സ്തോത്രം ചെയ്തു. ഞങ്ങൾ കർത്താവിൻ്റെ ബന്ധത്തിലൂടെയായി സഹായിച്ച സ്തോത്രം തുടർന്ന് അവിടെ നടക്കുന്ന ശുശ്രൂഷകളിൽ സംഘം കുടിക്കുവാകണം. എന്റെ ദാസന്മാരെ കലഎടുക്കുവാകണം. വളരുവാനും അനീതമായി ശുശ്രൂഷിക്കുവാനും ഒരുപാട് കർത്താവിലേക്ക് ഒരുക്കപ്പെടുന്ന ദിനമാക്കി മാറ്റുകയും ചെയ്യുവാനാകണമെന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. തെരുവിക്കുന്ന സ്തോത്രം എല്ലാവിധമായ സമാധാനം ആശ്വാസം മക്കളെ ലഭിക്കുവാനാകണമെന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. അവരുടെ മക്കൾക്ക് മഹത്വം വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. നമുക്ക് ശാന്തമായിരിക്കാം. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ശാസ്ത്രീയ ഇപ്പോൾ പ്രാർത്ഥിക്കും. ഈ സന്ദർഭത്തിനായിട്ട് തലമുറയായി അവർ നിങ്ങൾ സങ്കേതവും നിങ്ങളുടെ കോട്ടയം നിങ്ങളുടെ ആശ്രയമാകുന്ന ഓർത്ത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ജീവിതത്തിൽ വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത്
നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് ചേർത്തുകൊള്ളുമെന്ന് വാഗ്ദത്തം കർത്താവേ, ഞങ്ങളെ അവിടുത്തെ ചേർത്തുകൊള്ളുവാൻ തക്കവണ്ണം എത്രയും വേഗം മടങ്ങി വരുമെന്നുള്ളതായ അവിടുത്തെ വാഗ്ദത്തം ഞങ്ങൾക്കൊന്ന് ഓർത്ത് ഞങ്ങൾ ആ തിരുമേനിയെ സ്തുതിക്കുന്നു. ഒടുവിലത്തെ ശത്രുവാകുന്നതായ മരണത്തെ ജയിച്ചു ആശ്രയവും നീ ഞങ്ങൾ സങ്കേതവും ഞങ്ങളുടെ കോട്ടയുമായിരിക്കുന്നു. ഞങ്ങളുടെ വാത്സല്യ സഹോദരനെ കഷ്ടമില്ലാത്ത, ദുഃഖമില്ലാത്ത, ശാപമില്ലാത്ത, മരണമില്ലാത്ത നിത്യത്തിലേക്ക് ചേർക്കുവാൻ സ്വർഗം തിരുമനസായി ഓർത്ത് തിരുമേനിയെ സ്തുതിക്കുന്നു. താൻ വിട്ടുപോകുന്നതായ ഞങ്ങൾ പ്രിയ ജോഡിയെ, കുഞ്ഞുങ്ങളെ എബിയെയും സിബിയെയും അവിടുത്തെ കരങ്ങളിൽ ഭഗവേൽപ്പിക്കുന്നു. ജോഡിക്ക് നല്ല കർത്താവും ഭർത്താവുമായി, കുഞ്ഞുങ്ങൾക്ക് നല്ല പിതാവായി സ്വർഗത്തിലെ ദൈവമേ, അവിടുന്ന് ഈ ഭവനത്തിന്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കണമെന്ന് തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു. ജീവ പുസ്തകത്തിൽ പേരിൽ കാണാത്ത ഏവനെയും ഈ പൈയിൽ തള്ളിയിടുമെന്ന് നിന്റെ വചനത്തിലുള്ളത് കൊണ്ട് ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നതിൽ ആരെങ്കിലും ജീവപുസ്തകത്തിൽ പേരിടപ്പെടാത്തവരായുള്ളവരിൽ ഇന്ന് പകൽക്കാലം അവർക്ക് നല്ല ഒരു ദിനമായി തീരുവാൻ, ജീവന്റെ പുസ്തകം പേരിടപ്പെടുവാൻ മുഖാന്തരമായി തീരുവാൻ ദൈവത്തിന് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ ആദ്യോടന്തം പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണമേ എന്ന് തിരിയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വന്നിരിക്കുന്നതായ നല്ല പ്രത്യാശയ്ക്കാണ് സ്തോത്രം. എത്രയും വേഗം കാഹളം ധരിക്കുകയും മത്സ്യരക്ഷായി വെറുക്കുകയും ജീവനോടിക്കുന്ന രൂപാന്തരം പ്രാപിക്കുമ്പോൾ മുൻനിരയിൽ ഞങ്ങളെ ഈ സഹോദരനെയും കാണാമെന്ന പ്രത്യാശയോടെ ഇപ്പോൾ കർത്താവെ ഈ ഭൂമിയുടെ പരപ്പിൽ പ്രിയപ്പെട്ടവനെ ഞങ്ങൾ യാത്ര അയക്കുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യവും സഹായവും അനുഭവിക്കുന്നു. ലോകം വരുന്നതുപോലെയല്ല, എന്റെ സമാധാനം തെളിച്ചത് കർത്താവെ.